ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കേരള പി എസ് സിയിൽ നിരവധി ഓവർസിയർ ഗ്രേഡ് 1ഉം 2ഉം 3ഉം ഒക്കെ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്നത് 3 പോസ്റ്റുകളാണ്. ഈ 3 പോസ്റ്റുകളുടെയും സ്വഭാവവും അതിൻ്റെ സവിശേഷതകളും എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് ഓവർസിയർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. ഇത് വരുന്നത് പ്രധാനമായിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതായത് ഡ്രാഫ്റ്റ്മാൻ, ഓവർസിയർ, ട്രേസർ ഇതൊക്കെ ഒരേ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. ഇത് ഗ്രേഡ് 3 കാറ്റഗറിയിൽ വരുന്നൊരു പോസ്റ്റാണ്. അപ്പം ഇവിടുത്തെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് വരുന്നത്. നമുക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഇറിഗേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതായത് കനാലുകൾ നമ്മുടെ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. വാട്ടർ അതോറിറ്റിയാണ് തെറ്റിദ്ധരിക്കരുത്. അതായത് മറ്റ് ആവശ്യങ്ങൾക്ക്, അതായത് കൃഷിക്കും മറ്റ് അനുബന്ധ ഉപാധികൾക്കുമൊക്കെ വെള്ളമില്ലാത്ത റെയിൻഫെഡ് അല്ലാത്ത ഏരിയകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു സംവിധാനമാണ്. കേരളത്തിൽ അങ്ങോളം ഉണ്ട് താനും. അതായത് വ്യത്യസ്തങ്ങളായ ഡാമുകളുണ്ട്. അതിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഡാമുകൾ, വിവിധോദ്ദേശ പദ്ധതികളിൽ നിന്ന് കനാലുകൾ വഴി വെള്ളം എത്താത്ത സ്ഥലങ്ങളിൽ എത്തിക്കുക. ഇനിയും പുതിയതായിട്ട് പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടടുത്ത് ഡാമുകൾ ബിൽഡ് ചെയ്ത് വെള്ളം എത്തിക്കുക. ഇങ്ങനെയുള്ള പല ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. കൃഷിയുമായിട്ടും ജനങ്ങളുടെ ജീവിതവുമായിട്ടൊക്കെ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വരുന്ന ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ റോൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും എഞ്ചിനീയർമാരെ, അതായത് നമ്മുടെ പദ്ധതി നടപ്പിലാക്കുന്ന അതിൻ്റെ ഉദ്യോഗസ്ഥരാണുള്ള എഞ്ചിനീയർമാർ. ഈ എഞ്ചിനീയർമാരെ ഡിസൈനിൽ, പ്ലാനിങ്ങിൽ, എക്സിക്യൂഷനിൽ, അതുപോലെ തന്നെ ഇറിഗേഷൻ പ്രോജക്റ്റുകളിലൊക്കെ കൃത്യമായിട്ട് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മൾ ഓൾറെഡി ഈ ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്, നമ്മുടെ ജോലി ഇതറിയാം. പക്ഷേ നമ്മളുടെ റോള് മൾട്ടിപ്പിൾ ഫേസസിലേക്ക് മാറും. അതായത് നമ്മൾ ചെയ്യുന്ന മേഖല എവിടെയാണോ അതിനനുസരിച്ച് മാറും. ഏതാണ്ട് 4 തരത്തിൽ നിങ്ങളുടെ ജോലി മാറിയിരിക്കും. അതിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ തന്നെ പ്രിപ്പയർ ആൻഡ് റിവൈസ് മെക്കാനിക്കൽ ഡ്രോയിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോറായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളാണ്. അത് നിങ്ങൾ ആത്മീയമായിട്ട് ചെയ്യേണ്ടി വരും. അസിസ്റ്റ് ഇൻ ദ ഫീൽഡ് മെഷർമെൻറ്റ് ആൻഡ് സർവേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പദ്ധതി വരുന്നതിന് മുമ്പ് ആ പദ്ധതി കൊണ്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ, ആ പദ്ധതി എങ്ങനെയാണ് ഒരു പ്രദേശത്ത് ബെനിഫിഷ്യലായിട്ട് മാറുന്നത്, ആ പദ്ധതി നടപ്പിലാക്കാൻ എങ്ങനെയൊക്കെ പറ്റും, എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് അവിടെ ഇംപ്ലിമെൻ്റ് ആയിട്ട് നിങ്ങളുടെ റോളായിട്ട് മാറും. അടുത്തതായിട്ട് സൂപ്പർവൈസ് മൈനർ വർക്ക് അറ്റ് സൈറ്റ്. അതായത് ചെറിയ ചെറിയ വർക്കുകൾ, നമുക്കറിയാം ഇനീഷ്യലായിട്ടൊരു ഇറിഗേഷൻ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പോലും അതിലെന്ത് ചുറ്റും മൈനറായിട്ടുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതെല്ലാം മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. ചിലപ്പോൾ നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവാം, അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മൈനറായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടി വരും. അവിടെ കൃത്യമായിട്ട് ഒരു സൂപ്പർവൈസറി റോളിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട അതോറിറ്റി നിങ്ങൾ തന്നെയായിട്ട് മാറും. ഇനിയും ടെക്നിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഡ്രോയിങ്സ്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു റെക്കോർഡ്സിൻ്റെയും ഡ്രോയിങ്സിൻ്റെയൊക്കെ ഒരു കസ്റ്റോഡിയനായിട്ടും നിങ്ങൾ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഓരോ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. ഇത് എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾ ചെയ്യേണ്ടി വരത്തില്ല. അടുത്തതായിട്ട് സപ്പോർട്ട് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കനാൽസ്, പമ്പ്സ്, ഗേറ്റ്സ് ആൻഡ് പൈപ്പ് ലൈൻസ്. ഇതും നിങ്ങൾ തന്നെ ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമാണ്. അതായത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പോലത്തെ അല്ല. അതായത് നമുക്കറിയാം കനാലുകളൊക്കെ പൈപ്പ് ലൈൻ ത്രൂവും അക്വാഡക്റ്റ് വഴിയൊക്കെ നമ്മൾ ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഓരോരോ മേഖലയ്ക്കും അനിവാര്യമായിട്ടുള്ളത് ഫൈൻഡ് ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇനി നിങ്ങളുടെ വർക്ക് നേച്ചറാണ്. നമ്മൾ ഈ പറഞ്ഞ ജോലിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ജോബ് ചിലപ്പോൾ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ ഫീൽഡിലായിരിക്കും. ഈ 2 മേഖലയിലും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വരുന്നതനുസരിച്ചായിരിക്കും ഈ 2 മേഖലയിലും ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ. ഇനി ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26,500 തുടങ്ങി 60,700 അവസാനിക്കുന്ന അത്യാവശ്യം നല്ല ഒരു പേ സ്കെയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ബിടെക് ഒക്കെ ഉള്ളവർക്ക് ഒരു എൻട്രി ലെവലിൽ കിട്ടാവുന്ന ഒരു നല്ല പോസ്റ്റാണ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് ഒക്കെ എഴുതി നിങ്ങൾ ഒരു ടെക്നിക്കൽ വിങ്ങിലേക്ക് തന്നെ പ്രൊമോഷൻ കിട്ടി പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യോഗ്യത ഇപ്പം ഉയർന്ന യോഗ്യതയാണെങ്കിൽ പോലും ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്ലൈ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ അവസരം കിട്ടുന്നൊരു മേഖലയാണ്. അടുത്തതായിട്ട് ഇതേ തസ്തിക തന്നെ മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീരദേശ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ളൊരു മേഖലയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗമാണ് ഹാർബർ എന്ന് പറഞ്ഞാൽ. ഇവിടെ പലതരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുകളിലും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആ തീരദേശ മേഖലയിൽ വലിയ റോൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ, ഈ ജോലി എപ്പോഴും ഈ ഒരു മേഖലയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഹാർബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള റീജിയണൽ ആൻഡ് ഹെഡ് ഓഫീസുകളിലോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട റോൾ നോക്കാം. അതായത് ടെക്നിക്കൽ സപ്പോർട്ട് ഫോർ ദ ഹാർബർ, പോർട്ട് ആൻഡ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ്.
അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഹാർബറുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നോർമലായിട്ടുള്ള ഫിഷറീസ് പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരു റോളാണ്. ഇനിയും പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഴിഞ്ഞം പോലുള്ള പോർട്ടുകളൊന്നും ഇവിടെ ചിന്തിക്കരുത്. ഇവിടെ സ്റ്റേറ്റിന്റെ പരിധിയിൽ വരുന്ന മൈനർ പോർട്ടുകളുണ്ട്. ഈ മൈനർ പോർട്ടുകളിൽ ഇനി അങ്ങോട്ട് വളരെ സാധ്യതകൾ കൂടുകയാണ്. ഇപ്പം നമുക്കറിയാം കാസർഗോഡ് മുതൽ ഏതാണ്ട് ആറ്റിങ്ങൽ വരെയൊക്കെയുള്ള ഒരു വലിയ ജലപാതയൊക്കെ നമ്മൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വരും. ഈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള പോർട്ടുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോർട്ടുകൾക്കുള്ള സാധ്യത കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. നമുക്കറിയാം കേരളം ധാരാളം ബാക്ക് വാട്ടേഴ്സ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വാട്ടർ വേസിനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കേരളത്തിൽ നാഷണൽ വാട്ടർവേ 3 കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷനും ഇൻലാൻഡ് ഷിപ്പിങ്ങിനും ഒക്കെ വലിയ സാധ്യതകളുണ്ട്. മാത്രമല്ല ഏറ്റവും കോസ്റ്റ് കുറവുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് വാട്ടറിലൂടെ ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പം ഇത്തരത്തിലുള്ള ഇൻലാൻഡ് പോർട്ടുകൾക്കും സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ റോളും റെസ്പോൺസിബിലിറ്റീസും വരും കാലഘട്ടങ്ങളിൽ കൂടി വരികയുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകളുണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചിലപ്പോൾ ചാലുകൾ, അതായത് കപ്പൽ ചാലുകൾ പോലെയോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ മൈനർ ചെറിയ കപ്പലുകൾ, ബാർജുകൾ, ഇവയ്ക്കൊക്കെ പോകാൻ വേണ്ടുന്ന ഡെപ്ത് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കീ ഡ്യൂട്ടീസിലേക്ക് പോകാം. അതിൽ പ്രധാനമായിട്ടും പ്രിപ്പയർ ഡീറ്റെയിൽ മെക്കാനിക്കൽ ഡ്രോയിങ്സ് ഫോർ ഹാർബർ സ്ട്രക്ചേഴ്സ്, അതായത് ഹാർബർ സ്ട്രക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു ഡ്രോയിങ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വർക്കുമായിട്ട്, അതായത് ഇറിഗേഷൻ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ മറൈൻ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് കൃത്യമായിട്ടുള്ള ഒരു അസിസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഇൻസ്റ്റാളേഷനും അതുപോലുള്ള കാര്യങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറൈൻ റിലേറ്റഡ് ഉള്ള ആക്ടിവിറ്റീസിൽ എഞ്ചിനീയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിൽ ഒരു കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റേഷൻ ചെയ്യുക എന്നുള്ളതും ഒപ്പം തന്നെ അതിൻ്റെ സൂപ്പർവൈസറി റോളും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. അടുത്തതായെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന പദ്ധതികളിലൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത്. നമുക്കറിയാം ഈ വലിയ പാലമില്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ ചെങ്ങാടങ്ങൾ അല്ലെങ്കിൽ വലിയ ലോഡ് കയറ്റി പോകുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സർട്ടിഫൈ ചെയ്യുന്നതും ഈ കാര്യങ്ങളെ അസസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടത്തേക്ക് സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു വലിയ റോളും വരുന്നത്. ഇത്തരം മിഷനറീസിൻ്റെ കൂടി സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൈവരുന്നതാണ്. ഇനിയും ഇതിൻ്റെ ഓഫീസ് നേച്ചറും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫീസിലും വരാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽഡിലും വരാം. അത് എവിടെയാണോ നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടുത്തെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രേഡ് 2 ആയതുകൊണ്ട് തന്നെ സാലറി സ്കെയിൽ കുറച്ച് കൂടുതലാണ്. 31,100 തുടങ്ങി 66,800 അവസാനിക്കുന്ന ഒരു സാലറി സ്കെയിലാണ്. നിലവിലെ വേക്കൻസി 1 മാത്രമേ ഉള്ളൂ എന്ന് കരുതി നിങ്ങളാരും ഡിസപ്പോയിൻറ്റഡ് ആവണ്ട. നമുക്കറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സാധ്യതകൾ കേരളത്തിൽ അനന്തമായിട്ട് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും ഈ വേക്കൻസി കൂടി വരികയും ഗ്രാജുവലി ഇതിന്റെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 വാട്ടർ അതോറിറ്റിയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഇറിഗേഷനെ പറ്റി പറഞ്ഞു. ഇറിഗേഷനിൽ നിന്ന് വാട്ടർ അതോറിറ്റിയിലേക്ക് മാറുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രഷ് വാട്ടർ എത്തിക്കുക, അല്ലെങ്കിൽ കുടിക്കാൻ കൊള്ളാവുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ മനുഷ്യർ ഉപയോഗിച്ച ശേഷമുള്ള വേസ്റ്റ് വാട്ടറിനെ കൃത്യമായിട്ട് ഡ്രെയിൻ ചെയ്ത് ശുദ്ധജലവുമായി കലരാതെ കൃത്യമായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളതും വാട്ടർ അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നമ്മളൊരു ടൗൺ മേഖലയിലേക്ക് എത്തുമ്പോൾ, അതായത് കൊച്ചി പോലെയും തിരുവനന്തപുരം പോലെയൊക്കെയുള്ള മേഖലകളിലേക്ക് എത്തുമ്പോൾ ഈ 2 റെസ്പോൺസിബിലിറ്റീസും ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതിന്റെ മേജർ റോളുകൾ നമുക്ക് നോക്കാൻ പറ്റും. അതിൽ ആദ്യമായിട്ട് പ്രിപ്പറേഷൻ ഓഫ് ടെക്നിക്കൽ ഡ്രോയിങ് ഫോർ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് പ്രോജക്ട്, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അതായത് ഇവിടെ 2 പ്രോജക്റ്റും ചെയ്യണം. അതായത് വാട്ടർ സപ്ലൈക്കും ഉള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ സീവേജ്, അതായത് സെപ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റുകളെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മനുഷ്യന്, ഹ്യൂമണിനും നേച്ചറിനും പ്രശ്നമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മാനേജ്മെന്റ് ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ്. ഇനിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ലേഔട്ട് ഫോർ പൈപ്പ് ലൈൻ, പ്ലംബിംഗ് സ്റ്റേഷൻസ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. അതായത് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ട്രീറ്റ്മെന്റ് പ്ലാനുകൾ വേണം. ട്രീറ്റ്മെന്റ് പ്ലാനുകൾ 2 ട്രീറ്റ്മെന്റ് പ്ലാനുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ഒന്ന് വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാനുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് കുടിക്കുവാൻ വേണ്ടി നദികളിൽ നിന്നോ അല്ലെങ്കിൽ ഡാമുകളിൽ നിന്നോ ഒക്കെ കൊണ്ടുവരുന്ന വെള്ളത്തെ ട്രീറ്റ് ചെയ്ത് ഒരു ഫ്രഷ് വാട്ടർ ആക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള 2 ട്രീറ്റ്മെന്റ് പ്ലാനുകളും ആരുടെ ഉത്തരവാദിത്തം തന്നെയാണ്? വാട്ടർ അതോറിറ്റിയുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഇവിടെയും നിങ്ങൾ റോൾ ചെയ്യേണ്ടി വരും. ഇനി അതുപോലെ തന്നെ പമ്പിംഗ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്കറിയാവുന്ന
ചെയ്യുന്നത് വാട്ടർ അതോറിറ്റിയിലേക്ക് പമ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ലെവൽ പമ്പിംഗ് ഉണ്ട്. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള പമ്പിംഗ് സ്റ്റേഷൻ റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറുകളെ കൃത്യമായിട്ട്, അതായത് സീവേജ് അടക്കമുള്ള വേസ്റ്റുകളെ പമ്പ് ചെയ്ത് അതിന്റെ പ്രോസസിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. അടുത്തതായത് മെക്കാനിക്കൽ ലേ ഔട്ട്. ഈ പറയുന്ന എല്ലാ പർപ്പസിനും നിങ്ങൾ ഒരു എന്തുണ്ടാവണം, കൃത്യമായിട്ടൊരു മെക്കാനിക്കൽ ലേ ഔട്ട് പ്രൊവൈഡ് ചെയ്യുകയും വേണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ വരണമെങ്കിൽ മോഡിഫിക്കേഷൻ ഡ്രോയിങ്ങിൽ വരുത്തി കൊടുക്കേണ്ടതും നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഇനിയും നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിനെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്യുമെന്റേഷൻ കൊടുക്കുകയും ആ ഡോക്യുമെന്റേഷൻ വെരിഫൈ ചെയ്ത ശേഷം അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിനെ റീഡ്രോയ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാണ്. ഇനി അതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാട്ടർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. വാട്ടർ സപ്ലൈ ആയിട്ട് മാത്രമല്ല, നിങ്ങൾ വാട്ടർ സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള വിങ്ങിലാണെങ്കിൽ നിങ്ങൾ വാട്ടർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണം. ഇനിയും ഡ്രെയിനേജ് റിലേറ്റഡ് ആണെങ്കിൽ അതിലും കൃത്യമായിട്ടുള്ള എക്സിക്യൂഷനും സപ്പോർട്ടും കൊടുക്കേണ്ടി വരും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്രോയിങ് റെക്കോർഡ്സ്, അതായത് ഈ രണ്ട് മേഖലയിലുമായിട്ട്, അതായത് വെള്ളത്തിന്റെ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടും സീവേജ് റിലേറ്റഡ് ആയിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഡ്രോയിങ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഏത് പോസ്റ്റിലാണോ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ആ പോസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടി വരും. ഇനിയും ഇതിന്റെ വർക്ക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഡ്രാഫ്റ്റിംഗ് വർക്കാണ്. അതായത് പൊതുവെ ഓഫീസായിരിക്കും. എന്നാൽ വളരെ പരിമിതമായ രീതിയിൽ നിങ്ങൾക്ക് ഫീൽഡ് എക്സ്പീരിയൻസ് വാട്ടർ അതോറിറ്റി ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാത്തിലും ഈക്വലാണ് ചാൻസ് എങ്കിൽ ഇവിടെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് വരുമ്പോൾ കൂടുതലും ഓഫീസ് ജോബ് ആയിരിക്കും. നിങ്ങൾക്ക് വളരെ കുറച്ച് പരിമിതമായിട്ടുള്ള ഫീൽഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് ഒരു ത്രൂ ഔട്ട് ദ ഡേ ഒന്നും നിങ്ങൾ ഫീൽഡിൽ ചിലപ്പോൾ നിൽക്കേണ്ടി വരുന്നില്ല. എന്നാൽ അത് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. നമുക്ക് ഏതാണ്ട് ഒരു 60-40 ഒരു വെയിറ്റേജ് ഇതിന് കൊടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡ് 2 ആയതുകൊണ്ട് തന്നെ 31,100 തുടങ്ങി 83,000 അവസാനിക്കുന്ന ഒരു പേ സ്കെയിലാണ്. ഇവിടെ വേക്കൻസി 1 മാത്രമാണ്. അത് കരുതി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ നന്നായിട്ട് തയ്യാറെടുക്കുക. ഇവിടെ എന്തുണ്ട്, നിയമനത്തിനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ അനന്തമായ സ്കോപ്പുകൾ ഉള്ളതാണ്. ഇതെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ജലത്തിന്റെ സാധ്യത കൂടുന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റ് റിക്വയർമെന്റ് വരും എംപ്ലോയീസിനെ. മനുഷ്യൻ ചെയ്യേണ്ട ജോലി ഒരിക്കലും ഈ കാര്യങ്ങളിലൊന്നും എഐക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ സൂപ്പർവൈസറി റോളൊക്കെ അവിടെ കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വേക്കൻസി ഇനി ഉയരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വേക്കൻസികളുടെ എണ്ണം കണക്കാക്കി ആവരും നമ്മുടെ തയ്യാറെടുപ്പുകൾ. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ തയ്യാറെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഇനി പറയാനുള്ള പഠനത്തിന്റെ കാര്യമാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 and 3 കോഴ്സുകളൊക്കെ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനും ആദ്യത്തെ റാങ്കിൽ തന്നെ വരുവാനും സർക്കാർ ജോലി ഉറപ്പാക്കാനും കഴിയും. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.